നിങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയുണ്ടോ? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിക്കുമ്പോൾ തൊണ്ട വരളാറുണ്ടോ? എങ്കിൽ പേടിക്കണ്ട. അതെ, ഇന്റർവ്യൂ എന്നത് ഒരു സിംഹത്തിന്റെ ഗുഹയല്ല, അത് വെറുമൊരു സംഭാഷണം മാത്രമാണ്. ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ലോകത്തെ ഏത് ഇന്റർവ്യൂവും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. യെസ് ഡിയർ സ്റ്റുഡൻസ്, ഇതൊരു ഫുൾ ട്രെയിനിംഗ് കോഴ്സാണ്. എല്ലാവരും റെഡിയല്ലേ? ലെറ്റ്സ് ക്രാക്ക് ദാറ്റ് ഇന്റർവ്യൂ. സർ, നമുക്ക് ഏറ്റവും തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ പേര് വിളിച്ചു. ഞാൻ ഇന്റർവ്യൂ നടക്കുന്ന റൂമിന് പുറത്ത് നിൽക്കുകയാണ്. ഞാൻ എങ്ങനെ അകത്തേക്ക് കയറും? ക്യാൻ ഐ കം ഇൻ എന്ന് ചോദിക്കാമോ? നല്ല ചോദ്യം. നമ്മൾ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ക്യാൻ ഐ കം ഇൻ എന്ന് ചോദിക്കാം. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക കാര്യമാണ്. അവിടെ നമ്മൾ മര്യാദ കാണിക്കണം. അതുകൊണ്ട് മേ ഐ കം ഇൻ എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓ, അപ്പോ ക്യാൻ വേണ്ട, മേ മതി. മേ ഐ കം ഇൻ. അതെ, കൂടെ സർ അല്ലെങ്കിൽ മാം എന്ന് ചേർക്കാം. മേ ഐ കം ഇൻ സർ. കേൾക്കുന്നവരും എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. മേ ഐ കം ഇൻ സർ. മേ ഐ കം ഇൻ സർ. ശരി, ഞാൻ അകത്തേക്ക് കയറി. അവരിയ്ക്കാൻ പറഞ്ഞു. താങ്ക് യു എന്ന് പറയണോ? നിർബന്ധമായും ഒരു പുഞ്ചിരിയോടെ താങ്ക് യു സർ എന്ന് പറയണം. ആ പുഞ്ചിരിയാണ് നിങ്ങളുടെ ആദ്യത്തെ ആയുധം. സർ, ഇനിയാണ് എനിക്ക് പേടി. കസേരയിൽ ഇരുന്നു കഴിയുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നായിരിക്കും. അവിടെ ഞാൻ എന്ത് പറയണം? എന്റെ വീട്, അച്ഛൻ, അമ്മ, അനിയൻ ഇതെല്ലാം പറയണോ? വേണ്ട വേണ്ട, അതാണ് പലർക്കും പറ്റുന്ന അബദ്ധം. ഇന്റർവ്യൂവിൽ അവർക്കറിയേണ്ടത് കുടുംബചരിത്രമല്ല, നിന്നെക്കൊണ്ട് ഈ കമ്പനിക്ക് എന്ത് ഗുണമുണ്ട് എന്നാണ് അവർക്കറിയേണ്ടത്. ആഹാ, അപ്പോ ഞാൻ എന്തൊക്കെ പറയണം? നമുക്കിതിനെ ഒരു ഫോമുലയാക്കാം. 1 നെയിം, പേര്. 2 പ്ലേസ്, സ്ഥലം. 3 ക്വാളിഫിക്കേഷൻ, പഠനം. 4 സ്കിൽസ് ഓർ എക്സ്പീരിയൻസ്, കഴിവുകൾ അല്ലെങ്കിൽ മുൻപരിചയം. ഇത്രയും മതി. വളരെ ലളിതമായി. നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ? ഞാൻ എന്റെ പേര് വെച്ച് പറയാം. സർ, ഒന്ന് തിരുത്തി തരണേ. മൈ നെയിം ഇസ് ലക്ഷ്മി. ഐ എം കമ്മിങ് ഫ്രം കൊച്ചി. ഇത് ശരിയാണോ? മൈ നെയിം ഇസ് ലക്ഷ്മി തെറ്റല്ല, പക്ഷേ കുറച്ചുകൂടി പ്രൊഫഷണലായി ഐ ആം ലക്ഷ്മി എന്ന് പറയാം. പിന്നെ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറയരുത്. ഐ ആം ഫ്രം കൊച്ചി എന്ന് മതി. ഓക്കെ. ഐ ആം ലക്ഷ്മി. ഐ ആം ഫ്രം കൊച്ചി. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. ഐ ആം ലക്ഷ്മി. ഐ ആം ഫ്രം കൊച്ചി. വെരി ഗുഡ്. ഇനി നമുക്ക് പഠനം പറയണം. ഐ സ്റ്റഡീഡ് ബികോം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബികോം എന്ന് പറയുന്നതാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബികോം. നിങ്ങളുടെ ഡിഗ്രി വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യൂ. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബികോം. ഇനി ഞാനൊരു ഫ്രഷർ ആണെങ്കിൽ എന്തു പറയും? ഐ ആം എ ഫ്രഷർ. കൂടെ നിന്റെ ഒരു കഴിവ്, അതായത് സ്കിൽ പറയണം. ഉദാഹരണത്തിന്, നീ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ ഐ ആം എ ക്വിക്ക് ലേണർ എന്ന് പറയാം. അത് കൊള്ളാം. ഐ ആം എ ക്വിക്ക് ലേണർ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കും ഇതൊന്ന് പറഞ്ഞു നോക്കാലോ. ഐ ആം എ ക്വിക്ക് ലേണർ. എക്സലന്റ്. സർ, സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ചോദിക്കും വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്, നിങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഞാൻ ഐ എം ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മതിയോ? ഹാർഡ് വർക്കിംഗ് എന്ന് എല്ലാവരും പറയുന്നതാണ്. നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായി പറയാം. 1 ഐ ആം എ ടീം പ്ലെയർ. എനിക്ക് എല്ലാവരുമായി ചേർന്ന് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. 2 ഐ ആം ഗുഡ് അറ്റ് പ്രോബ്ലം സോൾവിംഗ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മിടുക്കനാണ്. ഐ ആം എ ടീം പ്ലെയർ. അതെനിക്കിഷ്ടപ്പെട്ടു. ഓഫീസിൽ എല്ലാവരുമായി ചേർന്നു പോകണമല്ലോ. ഐ ആം എ ടീം പ്ലെയർ. ഐ ആം എ ടീം പ്ലെയർ. ഐ ആം ഗുഡ് ആറ്റ് പ്രോബ്ലം സോൾവിംഗ്. ഐ ആം ഗുഡ് അറ്റ് പ്രോബ്ലം സോൾവിംഗ്. വെരി ഗുഡ്. ഇനി നീ സമയം കൃത്യമായി പാലിക്കുന്ന ആളാണെങ്കിൽ എന്തു പറയും? ഐ ആം പങ്ക്ച്വൽ. ഐ ആം പങ്ക്ച്വൽ. ഐ ആം പങ്ക്ച്വൽ. സർ, ഇതൊക്കെ പറയുമ്പോൾ അവർ ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാലോ? ആഹാ, ഗുഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരു ചെറിയ ഉദാഹരണം കയ്യിൽ കരുതണം. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അസൈൻമെന്റൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു എന്ന് പറയാം. അതായത് ഐ ഓൾവേസ് ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം. ഞാൻ എന്റെ ജോലി സമയത്തിന് തീർക്കും. ഐ ഓൾവേസ് ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം. ഐ ഓൾവേസ് ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം. നിങ്ങളും പറഞ്ഞു നോക്കൂ.
I always finish my work on time. പെർഫെക്റ്റ്. ഇനിയാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. അവർ ചോദിക്കും, വാട്ട് ആർ യുവർ വീക്ക്നെസ്സസ്, നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ അവർ ജോലി തരില്ലല്ലോ. അയ്യോ, എനിക്ക് ദേഷ്യം വരുമെന്നോ ഞാൻ മടിയനാണെന്നോ ഒരിക്കലും പറയരുത്. നമ്മുടെ ഒരു കുറവ് പറയുമ്പോൾ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കണം. അതായത് ആ കുറവ് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണിക്കണം. അതെങ്ങനെ സാർ? ഒരു ഉദാഹരണം പറഞ്ഞു തരാമോ? ഉദാഹരണത്തിന്, നിനക്ക് പബ്ലിക് സ്പീക്കിംഗ്, ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ പേടിയാണെന്ന് വെക്കുക. അതിങ്ങനെ പറയാം: ഐ യൂസ് ടു ബി നെർവസ് അബൌട്ട് പബ്ലിക് സ്പീക്കിംഗ്, ബട്ട് നൗ ഐ പ്രാക്ടീസ് ഓഫൻ. I used to be nervous about public speaking, but now I practice often. ആഹാ, അതായത് പണ്ട് പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നു. ഇത് കൊള്ളാലോ. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. I used to be nervous about public speaking, but now I practice often. I used to be nervous about public speaking, but now I practice often. വെരി ഗുഡ്. അല്ലെങ്കിൽ പറയാം, സംടൈംസ് ഐ ഫോക്കസ് ടു മച്ച് ഓൺ ഡീറ്റെയിൽസ്. ചിലപ്പോൾ ഞാൻ കാര്യങ്ങൾ ഒരുപാട് ഇഴകീറി പരിശോധിക്കും എന്നാണർത്ഥം. ഇതൊരു കുറവാണെങ്കിലും ജോലിയിൽ കൃത്യത, അതായത് പെർഫെക്ഷൻ വരുത്താൻ അത് നല്ലതാണ്. സംടൈംസ് ഐ ഫോക്കസ് ടു മച്ച് ഓൺ ഡീറ്റെയിൽസ്. വാവ്, അപ്പോൾ ഇതൊരു പോസിറ്റീവ് കാര്യമായി തോന്നും. ലെറ്റ്സ് പ്രാക്ടീസ്. സംടൈംസ് ഐ ഫോക്കസ് ടു മച്ച് ഓൺ ഡീറ്റെയിൽസ്. Sometimes I focus too much on details. യെസ്, ഗ്രേറ്റ് ജോബ്. സർ, അടുത്ത ചോദ്യം. വൈ ഷുഡ് വി ഹയർ യു? ഞങ്ങൾ എന്തിന് നിങ്ങളെ നിയമിക്കണം? ഇതിന് എനിക്ക് ജോലി അത്യാവശ്യമാണ് സർ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. അവിടെ നിങ്ങളുടെ കഴിവ്, അതായത് സ്കിൽസ്, വിൽക്കണം. ഒരു ഫ്രഷർ ആണെങ്കിൽ ഇങ്ങനെ പറയാം: ഐ എം ഈഗർ ടു ലേൺ ആൻഡ് കോൺട്രിബ്യൂട്ട് യുവർ കമ്പനി. ഓക്കെ, ഐ എം ഈഗർ ടു ലേൺ. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. കോൺട്രിബ്യൂട്ട് ടു യുവർ കമ്പനി, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഐ എം ഈഗർ ടു ലേൺ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു യുവർ കമ്പനി. ഐ എം ഈഗർ ടു ലേൺ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു യുവർ കമ്പനി. ഇനി നിനക്ക് മുൻപരിചയം അഥവാ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഐ ഹാവ് ദ റൈറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ദിസ് ജോബ്. എനിക്ക് ജോലിക്ക് ആവശ്യമായ കഴിവും പരിചയവുമുണ്ട്. ഐ ഹാവ് ദ റൈറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ദിസ് ജോബ്. Okay, let's practice. I have the right skills and experience for this job. I have the right skills and experience for this job. ഇതിട്ട് പറയുമ്പോൾ നല്ല കോൺഫിഡൻസ് വേണമല്ലേ സർ? അതെ, ആത്മവിശ്വാസത്തോടെ കണ്ണിൽ നോക്കി പറയണം. സർ, പണത്തിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് ചോദിക്കാൻ മടിയാണ്. വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ? എത്ര ശമ്പളം വേണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ഒരിക്കലും എനിക്ക് 20,000 മതി എന്ന് കൃത്യമൊരു സംഖ്യ പറയരുത്. പകരം കമ്പനിയുടെ നിയമം എന്താണോ അത് മതിയെന്ന് പറയുന്നതാണ് ബുദ്ധി. ഐ എം ഓപ്പൺ ടു ഡിസ്കസ് ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ്സ്. കമ്പനി മാനദണ്ഡങ്ങൾക്കനുസൃതമായി ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഐ എം ഓപ്പൺ ടു ഡിസ്കസ് ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ്സ്. അത് സേഫ് ആണല്ലോ. ഐ എം ഓപ്പൺ ടു ഡിസ്കസ് ആസ് പെർ കമ്പനി സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഐ എം ഓപ്പൺ to discuss as per company standards. I am open to discuss as per company standards. പെർഫെക്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം: മൈ പ്രയോറിറ്റി ഇസ് ടു ലേൺ ആൻഡ് ഗ്രോ. എന്റെ മുൻഗണന പഠിക്കാനും വളരാനുമാണ്. ശമ്പളം രണ്ടാമത്തെ കാര്യമേ ഉള്ളൂ എന്ന് കാണിക്കാൻ. മൈ പ്രയോറിറ്റി ഇസ് ടു ലേൺ ആൻഡ് ഗ്രോ. Wow, അത് കൊള്ളാം. Let's practice. My priority is to learn and grow. My priority is to learn and grow. ഇന്റർവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, താങ്ക് യു, വി വിൽ കോൾ യു. ഞങ്ങൾ വിളിക്കാം. ഞാൻ എഴുന്നേറ്റ് പോകാമല്ലേ? പോകാം. പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു നന്ദി പറയണം. വെറുതെ താങ്ക്സ് എന്ന് പറയരുത്. താങ്ക് യു ഫോർ യുവർ ടൈം സർ. നിങ്ങളുടെ സമയം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറയണം. താങ്ക് യു ഫോർ യുവർ ടൈം സർ. താങ്ക് യു ഫോർ യുവർ ടൈം സർ. താങ്ക് യു ഫോർ യുവർ ടൈം സർ. പിന്നെ ഹാവ് എ നൈസ് ഡേ എന്ന് പറയാമോ? തീർച്ചയായും. ഹാവ് എ നൈസ് ഡേ സർ. താങ്ക് യു ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ സർ. എക്സലന്റ്. സർ, ഇന്ന് ഇന്റർവ്യൂവിനെക്കുറിച്ചുള്ള എന്റെ എല്ലാ പേടിയും മാറി. റൂമിൽ കയറുന്നത് മുതൽ ഇറങ്ങുന്നതുവരെ എന്തു പറയണമെന്ന് നമ്മൾ പഠിച്ചു.
ഡിയർ സ്റ്റുഡൻസ്, ഇന്റർവ്യൂ എന്നത് നിങ്ങളുടെ അറിവിന്റെ മാത്രം പരീക്ഷയല്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പരീക്ഷ കൂടിയാണ്. ഇംഗ്ലീഷ് കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ മുഖത്തെ ചിരിയും ആത്മവിശ്വാസവും കൈവിടരുത്. ഇന്ന് നമ്മൾ പഠിച്ച ഓരോ വാചകവും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ് പരിശീലിക്കുക. യെസ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു ചെറിയ ടാസ്ക് തരട്ടെ. നമ്മൾ ഇന്ന് സ്ട്രെങ്ത്സ്, കഴിവുകൾ പറയാൻ പഠിച്ചല്ലോ. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് താഴെ കോമെന്റ് ചെയ്യാമോ? ഉദാഹരണത്തിന്, ഐ ആം ഹാർഡ് വർക്കിംഗ് എന്നോ, ഐ ആം എ ടീം പ്ലെയർ എന്നോ, ഐ ആം കോൺഫിഡന്റ് എന്നൊക്കെ എഴുതാം. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതെ, എല്ലാവരും കമന്റ് ചെയ്യുക. അവസാനമായി എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദെയർ. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ, നിങ്ങൾ പകുതി ദൂരം പിന്നിട്ടു. വിശ്വാസം അതല്ലേ എല്ലാം. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും. All the best everyone. See you in the next episode.